അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പഴം പൊരിക്കുമ്പോൾ ആ മാവിലേക്ക് കുറച്ച് ദോശമാവ് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഒരു യെല്ലോ കളർ വരാനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തെടുക്കുന്നുണ്ട്. ഞാൻ ദോശമാവ് 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് മിക്സ് ചെയ്യുക. എനിക്ക് ഈ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം പാകത്തിനായിട്ട് വന്നിട്ടോ, കറക്റ്റ് പരുവായിട്ട് വന്ന് 1.5 കപ്പ് വെള്ളം. അത് ഓരോരുത്തരെ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ പഴത്തിന് മാവ് കുഴക്കുമ്പോൾ നേരത്തെ കുഴച്ച് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റല്ലേ, പ്രത്യേക ടേസ്റ്റല്ലേ പഴംപൊരിക്ക്. അപ്പോൾ എത്രത്തോളം നേരത്തെ കുഴച്ച് വെക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കുഴക്കുക കേട്ടോ. ഇതാ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ അതേ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ 2-3 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേ. 3 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം പഴുക്കാത്ത പഴമാണെന്നല്ല, അധികം പഴുത്ത പഴം കൊണ്ട് പഴംപൊരി കഴിക്കുമ്പോൾ ഒരു ചൊവ പോലെ തോന്നും. അപ്പോൾ അധികം പഴുക്കാത്ത പഴം എടുക്കുകയാണ് നല്ലത്. ഞാൻ ഒരു പഴം 4 പീസാക്കിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ മാവ് 4 നേന്ത്രപ്പഴത്തിനുള്ള മാവാണ് കേട്ടോ. 4 നേന്ത്രപ്പഴം പൊരിച്ചെടുക്കാനുള്ള മാവാണ്. 3 നേന്ത്രപ്പഴം പൊരിക്കാൻ 3/4 കപ്പ് അരിപ്പൊടി ഇട്ടാൽ മതി. ഞാൻ പിന്നെ ബിസ്ക്കറ്റ് പൊരിക്കണതോടെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 1 കപ്പ് തന്നെ എടുത്തത്. നമുക്ക് എല്ലാതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഓരോ പീസും മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ എല്ലാതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പഴത്തിൻ്റെ മാവ് ബാക്കി ഉണ്ടാകുമ്പോൾ ബിസ്ക്കറ്റ് പൊരിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിന് മാരിഗോൾഡ് ബിസ്ക്കറ്റ് തന്നെ വേണേ. അതാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതൊരു ലൈറ്റായിട്ടുള്ള മധുരമല്ലേ ഉള്ളത്. ഈ ബിസ്ക്കറ്റ് ഇതേപോലെ തന്നെ മാവിൽ മുക്കിയെടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സാധാ ഫ്രൈ ചെയ്യും പോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ബിസ്ക്കറ്റും ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ പഴം പൊരിക്കുമ്പോൾ ദോശമാവ് ചേർക്കാണ്ടാണ് പഴം പൊരിക്കണമെങ്കിൽ അടുത്ത പ്രാവശ്യം പഴം പൊരിക്കുമ്പോൾ ദോശമാവ് ചേർത്ത് പൊരിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ഈ ബിസ്ക്കറ്റ് പൊരിക്കണത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. പഴംപൊരിൻ്റെ മാത്രം എടുക്കാമെന്നാണ് വിചാരിച്ചത്. ബാക്കിയുള്ള മാവ് കൊണ്ട് ബിസ്ക്കറ്റും പൊരിക്കാമെന്നുള്ളത് കാണിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. എല്ലാവരിലേക്കും ഈ വീഡിയോസ് എത്തിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.